നമ്മൾ റിലേഷൻഷിപ്പ് മാസ്റ്ററി ഡേ 2 നമ്മൾ 3 കാര്യങ്ങൾ. ഒന്ന് റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ റിലേഷൻഷിപ്പ്, രണ്ടാമത്തത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ടോൺ, അതിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ എത്രമാത്രം നമ്മുടെ കമ്മ്യൂണിക്കേഷനെയും അതിലൂടെ നമ്മുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് കോമൺ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ മെയിൻ ഫോക്കസ്. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് ഇന്ന് മെയിൻ ആയിട്ട് നമ്മുടെ ഒരു ടോപ്പിക് ആയിട്ട് വരുന്നത്. അപ്പൊ ആ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി ആൻഡ് ഹാപ്പി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിക്കേഷന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൽ എന്നുള്ളത് നിങ്ങളുടെ വേർഡ്സിലൊന്ന് നിങ്ങൾക്കൊരു ചാറ്റ് വിൻഡോയിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിനെ ഈ ഒരു ടോപ്പിക്കിലേക്ക് കൊണ്ടുവരാൻ. കമ്മ്യൂണിക്കേഷൻ ഇൻ ഹെൽത്തി റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊന്ന് ചാറ്റ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും 1 വേർഡിലാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 to 3 വേർഡ്സിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മൈൻഡിലുള്ളത് ഗുഡ് ആൻഡ് ഹെൽത്തി ഹാപ്പി റിലേഷൻഷിപ്പ്, അതിൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഓക്കെ, എന്തെങ്കിലും, അല്ലെങ്കിൽ ഔട്ട് ഓഫ് 1 to 100 എത്ര പെർസെന്റേജ് കമ്മ്യൂണിക്കേഷൻ അതിൽ ഇമ്പോർട്ടന്റ് ആണ്? അത് നല്ല ഹെൽത്തി, ഓക്കെ, മാൻഡേറ്ററി ആണ്. പിന്നെ ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഹെൽപ്സ് ടു എക്സ്പ്രസ് അവർ ഫീലിംഗ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. ഓക്കെ, ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടു സേ അബൌട്ട് അവർ ഫീലിംഗ്സ്. പിന്നെ നിങ്ങൾക്ക് ഏതൊരു ലാംഗ്വേജിലും, മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ സെന്റൻസോ വേർഡോ ഒന്നും, എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ഇപ്പോൾ, അതായത് കമ്മ്യൂണിക്കേഷനും റിലേഷൻഷിപ്പും അതിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് നിങ്ങളുടെ മൈൻഡിലുള്ളത്, എന്താണ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാൻ. ഓക്കെ, മോർ ദാൻ 70% കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ക്ലാസ്സിലുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ആക്റ്റീവ് ലേണിംഗും പാസീവ് ലേണിംഗും അല്ലെ, ഒരു ക്ലാസ് അല്ലേ, വെറുതെ എങ്ങനെയെങ്കിലും കുറച്ച് സമയം കേട്ടിരിക്കാം എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയും, അതിന് പകരം നമ്മൾ എന്താണെങ്കിലും ആക്റ്റീവായിട്ട് ആ ഒരു ഫ്രണ്ടിലേക്ക് വന്നിട്ടുള്ള ഇൻവോൾവ്മെന്റ്. അപ്പൊ നമുക്ക് നോക്കാം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താണ് റോൾ എന്നുള്ളത്. ഒരു റിലേഷൻഷിപ്പിന്റെ ലൈഫ് ബ്ലഡ് ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻഷിപ്പ്, ഈവൻ അത് വേർഡ് മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ തന്നെ ആവണമെന്നില്ല. എങ്ങനെ ഇതാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫീലിംഗ്സും നീഡ്സും അവരുടെ എന്താണെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറാനുള്ള ഒരു മീഡിയമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അത് പിന്നെ അണ്ടർസ്റ്റാൻഡിങ്, ട്രസ്റ്റ് ആൻഡ് ഇന്റിമസി, ഇതിനെല്ലാം കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. ഇതെല്ലാം നഷ്ടപ്പെടാനും ഈ കമ്മ്യൂണിക്കേഷൻ തന്നെ കാരണം. അതേപോലെ കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാൻ, നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ, അതേപോലെ നമ്മുടെ ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണത്. പക്ഷേ ഹൗ അല്ലെ, എന്തൊക്കെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്, അതിനെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം. ഒരു ജനറൽ ആയിട്ട് കോമൺ ആയിട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിന് ഓരോന്നോരോന്ന് എടുത്ത് കുറച്ച് ഡീപ്പർ ലെവലിൽ പോയി നമ്മളൊരു ഫൈൻ ട്യൂണിങ് നടത്തി കഴിയുമ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ആസ് എ പേഴ്സൺ ഞാൻ എന്തൊക്കെ മെയിൻ്റനൻസ് ആണ് എനിക്ക് ആവശ്യമുള്ളത്, അതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. എന്തൊക്കെ മെയിൻ്റനൻസ് എനിക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്ലോലി നമ്മൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നതിനനുസരിച്ച് നമുക്കും നമ്മുടെ കൂടെ ഉള്ളവർക്കും നമ്മുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു എഫക്റ്റീവ്നെസ്സിൽ നമുക്ക് ആ ഒരു ചേഞ്ചസ് നമുക്ക് മനസ്സിലായി തുടങ്ങും. നമുക്കത് ഫീൽ ചെയ്യും, നമുക്ക് കൂടെ ഉള്ളവർക്കും അത് ഫീൽ ചെയ്യും. അപ്പൊ ആദ്യം നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? ഇതില് നമ്മളുടെ കമ്മ്യൂണിക്കേഷന്റെ ഇതെന്താണ്, നമ്മൾ വായ കൊണ്ട് സംസാരിക്കുന്ന വേർഡ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ വായ ഉപയോഗിക്കാതെ, ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ഞാനൊന്ന് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് അല്ലെ. പിന്നെ ഈവൻ മ്യൂട്ട് ചെയ്യാതെ തന്നെ ഞാൻ സംസാരിക്കുമ്പോഴും എന്റെ വേർഡ്സ് അല്ല, വേർഡ്സിനേക്കാൾ ഏറെ അതിന്റെ ടോണ് അല്ലെ, വേർഡ്സിനേക്കാൾ ഏറെ അതിന്റെ ടോണും പിച്ചും എല്ലാം എന്താണ് നിങ്ങൾ ആ ഒരു ക്ലാസ് ശ്രദ്ധിക്കുന്നതിന്റെ ഒരു മെയിൻ പോയിന്റ്സ് ആണ്. എന്താണ് വേർഡ്സ് സംടൈംസ് നമ്മൾ നമ്മുടെ എക്സ്പ്രഷൻസ് ആണ് വേർഡ്സിനേക്കാളും കൂടുതൽ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ബോഡി ലാംഗ്വേജ്, ടോണ്, ബോഡി ലാംഗ്വേജിൽ എന്തൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെയാണ് നമ്മുടെ ബോഡി, ഇതിൽ നമ്മൾ അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല, കാരണം നമുക്കത് ഓൾമോസ്റ്റ് നമുക്ക് അറിയുന്നതും നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും ഇനി നമ്മൾ ഡീപ്പറായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് പോകുന്നത്. ബോഡി ലാംഗ്വേജിൽ എന്തൊക്കെയാണ് വരുന്നത് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? 2-3 പോയിന്റ്സ്. നമ്മുടെ പോസ്ചർ, ഓക്കെ, എങ്ങനെ ഇരിക്കണം, എങ്ങനെ നിൽക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ കയ്യും കെട്ടി ഇരുന്നിട്ട് ആണ് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അപ്പൊ ഇങ്ങനെ കൈയൊക്കെ കെട്ടിയിരുന്ന് ഇങ്ങനെ ഒക്കെയാണ് അത് കേട്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ചിലതൊക്കെ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റൂലേ. പിന്നെ ടോൺ ഓഫ് വോയിസ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, വെർബൽ ആൻഡ് നോൺ വെർബൽ ക്യൂസ്, അതായത് നമ്മളിങ്ങനെ എസ് ഓർ നോ, ഞാൻ പറയുന്നത് ഇതിപ്പോ നിങ്ങളെ ഞാൻ മ്യൂട്ട് ചെയ്തുകൊണ്ട് അറിയാൻ പറ്റും. ഒരു ഡയറക്റ്റ് കോൺവെർസേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഈവൻ നിങ്ങൾ എല്ലാവരും വീഡിയോ ഓൺ ആക്കി ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിന് നിങ്ങൾ എങ്ങനെയാണ് അതിനെ കേൾക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെ. അപ്പൊ ഇനി നിങ്ങൾ നമ്മൾ ഒരുപാട് ഡീപ്പിൽ പോകുന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാം. അതിന് പകരം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? മറ്റാരെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്ന സമയം, വളരെ റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഓർക്കുക. അതായത് നിങ്ങൾ ഒരാളോട് സംസാരിക്കുകയാണ്, ആ സമയത്ത് ആ വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു നോൺ വെർബൽ ക്യൂസ് നിങ്ങൾക്ക് ഒരു ഡിസ്കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചതൊന്ന്
ഒന്ന് മെമ്മറിയിലേക്ക് കൊണ്ടുവരാം, എന്നിട്ട് അതൊന്ന് ടൈപ്പ് ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, വേർഡ്സ് അല്ല, വേർഡ്സിലപ്പുറം നിങ്ങൾ ഒരാളുമായിട്ട് സംസാരിക്കും, എനി പേഴ്സൺ, നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആരാന്നുള്ളത് നിങ്ങൾ പറയണ്ട, എന്താണ് അവരിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ്. നിങ്ങൾക്ക് ഒരു ടൈം എടുക്കാം, ഒരു 1-2 മിനിറ്റ് എടുത്തിട്ട് അത് മറ്റുള്ളവരിൽ നമുക്ക് വാച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളിൽ അത് വരുന്നത് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റും. ഫസ്റ്റ് മനസ്സിലായല്ലോ അല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ചാറ്റ് വിൻഡോയിൽ ടൈപ്പ് ചെയ്യാം. അതായത് വളരെ റീസെന്റ് ആയിട്ട് നിങ്ങൾ ഒരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് വേർഡ്സ് അല്ല, വേർഡ്സ് ചിലപ്പോൾ ഭയങ്കര നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കാം പറയുന്നത്, പക്ഷെ ഒരു നിങ്ങൾക്ക് ഡിസ്കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ, അവരുടെ പോസ്റ്റർ ആകാം, സൗണ്ട് ആകാം, അല്ലെങ്കിൽ അവരുടെ ടോൺ ആകാം, വേർഡ്സ് അല്ല. ക്യാൻ ബി വിസിബിൾ, മൈക്രോ എക്സ്പ്രഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? അങ്ങനെ അത് പറ്റിയതാണോ ഇപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്? ഇപ്പൊ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് പറയാതെ, നിങ്ങൾ ശ്രദ്ധിക്കാതെ ഈവൻ നമ്മൾ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് എല്ലാതും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈവൻ ഒരാളൊന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ പോലും അവരുടെ ഉള്ളിലുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നോട്ട് ലുക്കിംഗ് വെൻ ടോക്കിംഗ്, ഐ കോൺടാക്ട് കൊടുക്കാതെ സംസാരിച്ചത്, നിങ്ങൾ വാച്ച് ചെയ്തതാണ് ഇപ്പൊ നിങ്ങൾ പറയേണ്ടത് കേട്ടോ. അതേപോലെ ഓക്കെ, ഇഗ്നോറൻസ്, ഓക്കെ, സംസാരിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ ടോട്ടലി ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ചില ഭാഗങ്ങൾ നമ്മൾ അവരെ ശ്രദ്ധിക്കണം എന്നിട്ട് അതിനൊരു കമന്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ചില ഭാഗങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ലുക്കിംഗ് ഹാർഷ് ആൻഡ് സ്റ്റെയറിംഗ് റൈസ് ഓഫ്, ഓക്കെ, ഭയങ്കര ഹാർഷായിട്ട്, ഭയങ്കര പരുക്കനായിട്ട്, അതേപോലെ ഭയങ്കര കണ്ണിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കുന്ന കേസിങ്, ഓക്കെ, നെവർ മൈൻഡ് ആറ്റിറ്റ്യൂഡോ, എന്താ ഇതൊക്കെ, പിന്നെ ഇതൊക്കെ നമ്മൾ കുറെ കേട്ടതാ. അതല്ലെങ്കിൽ ചില സമയത്ത് ഇത് എത്രാമത്തെ പ്രാവശ്യം എന്നുള്ള ചിലൊരു ഭാവം ഉണ്ടാവും, ഒന്നും വേണ്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ എത്രാമത്തെ പ്രാവശ്യം പറയണം എന്നുള്ളൊരു ഭാവം ഉണ്ടാവും. വൺസ് ഷോ ദർ ഡിസ്കംഫർട്ട് ആറ്റിറ്റ്യൂഡ്, ഓക്കെ, ഞാൻ അങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ അതിനിടയിൽ അവരുടെ ഒരു ഡിസ്കംഫർട്ട്നെസ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, യോണിങ് ആൻഡ് യോണിങ് വെൻ ലിസണിങ്, ഓക്കെ, പിന്നെ ഇതിലെ കോട്ടുവായിട്ടിട്ട് പിന്നെ മടുത്തൊന്ന് നിർത്തി തരുമോ, പിന്നെ അപ്പൊ ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അപ്പോൾ ഓൾറെഡി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും മറ്റുള്ളവരുടെ ഈ ഒരു ഈവൻ മൈക്രോ ആയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള മൂവ്മെന്റ്സും അധികം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അധികം ശ്രദ്ധിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കണ്ട എന്നല്ല, പക്ഷെ നമ്മളതിങ്ങനെ ശീലമായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആളുകൾ വളരെ ഡീപ്പായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് നല്ലതാണ്, പക്ഷെ ചില സമയത്ത് അത്രയും വേണ്ടാന്ന് നമുക്ക് തോന്നിപ്പോകും, അത്രയും അറിയേണ്ടിയില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും നമ്മൾ ആളുകളുടെ മുഖത്ത് നോക്കുമ്പോൾ. അപ്പൊ ഇതിന് വേണ്ടത് മൊബൈൽ, ഓക്കെ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് അറിയാം, അപ്പൊ നമ്മളിത് മറ്റുള്ളവരിൽ നമുക്ക് ഡിസ്കംഫർട്ട് ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നത് മറ്റുള്ളവരിൽ വാച്ച് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ ഇനി വേണ്ടത് നമ്മളിൽ എന്താണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അത് നമ്മൾ ഇനിയിപ്പോൾ വർക്ക്ഷീറ്റ് ചെയ്യും ഇൻഷാല്ലാ. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നോക്കിയിട്ട് അതിനുശേഷം നമ്മൾ അതിന്റെ ഒരു വർക്ക്ഷീറ്റ് ചെയ്യാൻ സമയത്തൊന്നും കൂടി നമുക്ക് കറക്റ്റ് ആയിട്ട് കുറച്ചും കൂടെ പിടിക്കാൻ പറ്റും, എന്തൊക്കെയാണ് എന്റെ കയ്യിൽ ഇതിൽ എന്തൊക്കെയുള്ളത് എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് അതിനെ കൂടുതൽ ഡീപ്പായിട്ട് അറിയാൻ പറ്റുക. അപ്പൊ ഇനി എന്നിൽ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്ട്രാറ്റജീസ് ടു ഓവർകം. എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്? നമ്മൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഓൾവേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതില് നമുക്ക് ഹെൽത്തി സ്ട്രാറ്റജീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം എപ്പോഴും എന്തിനാണ് ഈ ബാരിയേഴ്സും ഇത് നോക്കണം എന്നുള്ളത് ഞാൻ തന്നെ ആലോചിച്ചു. ഇത് ആദ്യം ഹെൽത്തി സ്ട്രാറ്റജീസ് കൊടുക്കണോ അല്ലെങ്കിൽ ബാരിയേഴ്സ് ആദ്യം കൊടുക്കണോ എന്നുള്ളത്. പക്ഷെ അപ്പോൾ ബാരിയേഴ്സ് മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തൊക്കെ ബാരിയേഴ്സ് ആണ് എന്നിലുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ അതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നത്.